ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ KSEB ഇലക്ട്രിസിറ്റി വർക്കറിൻ്റെ ക്വാളിഫിക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ KSEBയുടെ ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ ഒരു ഓർഡർ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓർഡറിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇപ്പോൾ പ്രസൻറ്റ് മെത്തേഡിൽ, അതായത് നിലവിൽ ഇലക്ട്രിസിറ്റി വർക്കറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 4ാം ക്ലാസ് പാസ്സായിരിക്കണം, അതേപോലെ 10ാം ക്ലാസ് പാസ് ആവരുത്. നെക്സ്റ്റ് സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. അതേപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൽ വരുമ്പോൾ മിനിമം ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന് 5'2" ആണ്, അതേപോലെ ഫീമെയിലിന് 4'9" ആണ്. അപ്പോൾ ഇതായിരുന്നു പ്രസൻറ്റ് മെത്തേഡിൽ ഉണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ പുറത്തു വന്ന അമെൻമെൻറ്റിൽ ക്വാളിഫിക്കേഷൻസ് മാറിയിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ്, അതേപോലെ തന്നെ ഗവൺമെൻറ് അപ്രൂവ്ഡ് 2-year നാഷണൽ ഓർ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ. അതായത് SSLC പ്ലസ് ITI ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഇനി മുതൽ ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൽ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഹൈറ്റ് വരുന്നത് 157.48, ഫീമെയിലിന് 144.78, വിഷൻ നോർമലാണ്, അതേപോലെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അമെൻമെൻറ്റിൽ പറയുന്നത്. ഇപ്പോൾ ക്വാളിഫിക്കേഷനിൽ ഉണ്ടായ വലിയൊരു മാറ്റമാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സും ITIയും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇനി ഒരു പോസ്റ്റിനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഡ്യൂട്ടീസിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്, നേരത്തെ ഉണ്ടായിരുന്നത് ടു വർക്ക് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് സുപ്പീരിയേഴ്സ് ആയിരുന്നു. ഇപ്പം ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് അസിസ്റ്റ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് ദോസ് എക്സ്റ്റെൻഡിങ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ടു ദി സൂപ്പർവൈസേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, അതേപോലെ തന്നെ വർക്ക് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് സുപ്പീരിയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തന്നെ ഇനിയുള്ള ഇലക്ട്രിസിറ്റി വർക്കേഴ്സിൻ്റെ വേക്കൻസീസ് കേരള PSCയിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ഓർഡറും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് മാറിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ പുതിയ ഒരു നോട്ടിഫിക്കേഷനും നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അതായത് വേക്കൻസീസ് കേരള PSC ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇനി വരാൻ പോകുന്ന കേരള PSCയുടെ കമ്മീഷൻ യോഗ തീരുമാനത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ്, ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇലക്ട്രിസിറ്റി വർക്കറിന്റെ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.